ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന്. രാജ്യത്തെ 97,500-ലധികം മൊബൈൽ 4G ടവറുകൾ ചടങ്ങിൽ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും. തപാൽ വകുപ്പ് സ്പീഡ് പോസ്റ്റ് നിരക്കുകൾ പുതുക്കി. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ബിജെപി സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊല്ലത്ത് ചേരും. 12ാമത് ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന്. ഝർസുഗുഡയിൽ 60,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. രാജ്യത്തെ 97,500-ലധികം മൊബൈൽ 4G ടവറുകൾ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും. പുതിയ റെയിൽവേ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന പ്രധാനമന്ത്രി ഒഡീഷയിലെ ബർഹാംപൂരിനും ഗുജറാത്തിലെ സൂറത്തിലെ ഉധനയ്ക്കും ഇടയിലുള്ള അമൃത് ഭാരത് എക്സ്പ്രസും ഫ്ളാഗ് ഓഫ് ചെയ്യും. തപാൽ വകുപ്പ് സ്പീഡ് പോസ്റ്റ് നിരക്കുകൾ പുതുക്കി. പുതിയ താരിഫ് ഒക്ടോബർ 1-ന് നിലവിൽ വരും. 50 ഗ്രാമിൽ കുറഞ്ഞ രേഖകൾ മാത്രമടങ്ങുന്ന പ്രാദേശിക തപാലിന് 200 കിലോമീറ്ററിന് താഴെ 19 രൂപയാണ് പുതുക്കിയ നിരക്ക്. 200 കിലോമീറ്ററിന് മുകളിൽ നിരക്ക് 47 രൂപയായിരിക്കും. തപാൽ സാധനങ്ങളുടെ ഭാരവും ദൂരവും പരിഗണിച്ച് നിരക്കിൽ മാറ്റം വരും. വിദ്യാർത്ഥികൾക്ക് നിരക്കിൽ 10% കുറവും ലഭ്യമാക്കും. 2012-ലാണ് ഇതിനു മുൻപ് ഇൻലാൻഡ് സ്പീഡ് പോസ്റ്റ് നിരക്ക് പുതുക്കിയത്. സിബിഎസ്ഇ 10-12 ക്ലാസുകളിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡുകൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല എൻസിഇആർടിയെ ഏൽപ്പിച്ചു. നേരത്തെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷനായിരുന്നു തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന്റെ ചുമതല. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ഗവൺമെന്റ് മേഖലയിലെ ജോലികൾക്കും അഖിലേന്ത്യാ തലത്തിൽ ഈ സർട്ടിഫിക്കറ്റ് അവസരം നൽകും. ഈ മാസം 6-നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ആൻഡമാൻ സമുദ്രതട മേഖലയിൽ വൻതോതിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ശ്രീവിജയപുരം 2 എണ്ണക്കിണറിനടുത്ത് തീരത്തുനിന്ന് 17 കിലോമീറ്റർ അകലെയാണ് ശേഖരം കണ്ടെത്തിയതെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഇതിന്റെ വിശദാംശങ്ങളും സാധ്യതകളും പരിശോധിച്ചു വരികയാണെന്നും ഏതാനും മാസങ്ങൾക്കകം വിവരങ്ങൾ പൂർണ്ണമായി ലഭ്യമാകുമെന്നും ഹർദീപ് സിംഗ് പുരി കുറിച്ചു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയുടെ 1ാംഘട്ടം പൂർത്തിയായി. 15 ദിവസത്തിനിടെ 255 കേന്ദ്രങ്ങളിലായി നടത്തിയ പരീക്ഷയിൽ 13.5 ലക്ഷത്തിലേറെ ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിന് ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് വരും തലമുറ ജിഎസ്ടി പരിഷ്കാരങ്ങൾ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്കുകൾ കുറച്ചത് പൌരന്മാർക്ക് ഏറെ ആശ്വാസം പകരുന്നു. ഒരു റിപ്പോർട്ട്. ടൂറിസത്തെയും പൊതുഗതാഗതത്തെയും കൂടുതൽ ചെലവ് കുറഞ്ഞതാക്കാനും പ്രധാന മേഖലകളിൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ മേഖലയിൽ ഗവൺമെന്റ് ജിഎസ്ടി ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഒരു രാത്രിക്ക് 7,500 രൂപയിൽ താഴെ വാടക ഈടാക്കുന്ന ഹോട്ടൽ മുറികളുടെ ജിഎസ്ടി 12% നിന്ന് 5% കുറച്ചത് മധ്യവർഗ ബജറ്റ് യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര സന്ദർശകരെ രാജ്യത്തേക്ക് ആകർഷിക്കാനും ഇത് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൈതൃക ടൂറിസം, ഹോം സ്റ്റേകൾ, ഇക്കോ ടൂറിസം സർക്യൂട്ടുകൾ എന്നിവയുടെ വളർച്ചയെ ജിഎസ്ടി ഇളവ് സഹായിക്കും. ഇതോടൊപ്പം ഇക്കോണമി ക്ലാസ് വിമാനയാത്രയുടെ നിരക്ക് 5% നിലനിർത്തിയതും ടൂറിസ്റ്റുകൾക്ക് ആശ്വാസകരമാണ്. സ്വാതന്ത്ര്യസമരത്തിൽ ത്യാഗത്തിന്റെ ചരിത്രം സൃഷ്ടിച്ചവർക്കും രാജ്യസ്നേഹത്തിന് പ്രചോദനമായി മാറിയവർക്കും വേണ്ടി നിർമ്മിച്ച സ്മാരകങ്ങളിലൂടെ ഇന്ത്യയുടെ കാലാതീതമായ പൈതൃകത്തെയും വീരന്മാരെയും കേന്ദ്ര ഗവൺമെന്റ് ആദരിച്ചു വരികയാണ്. ആകാശവാണി സേവാപർവ് പരമ്പരയിലൂടെ ഇന്ത്യയുടെ പൈതൃകവും പോരാട്ടവീര്യവും വിശദീകരിക്കുന്നു. സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ചിന്തകരുടെയും പൈതൃക സംരക്ഷകരുടെയും ത്യാഗത്തിന്റെയും കാഴ്ചപ്പാടുകളുടെയും കാര്യത്തിലാണ് ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെടുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയുടെ കാലാതീതമായ പൈതൃകത്തെയും സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പങ്കെടുത്ത ധീരന്മാരെയും പ്രതീകാത്മക സ്മാരകങ്ങളിലൂടെയും ദേശീയ അഭിമാന ചിഹ്നങ്ങളിലൂടെയും അനുസ്മരിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ സ്മാരകങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയും പുതിയവ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകം സൈനികരുടെ ധൈര്യത്തിനും ത്യാഗത്തിനും നൽകുന്ന പ്രൌഢമായ ആദരവാണ്.
അമൃത്സറിലെ പുതുക്കിപ്പണിത ജാലിയൻ വാലാബാഗ് സ്മാരകം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഇരുണ്ടതും എന്നാൽ നിർണായകവുമായ അധ്യായങ്ങളിലൊന്നിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നു. തീൻമൂർത്തി എസ്റ്റേറ്റിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയം സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ നയിച്ച പ്രധാനമന്ത്രിമാരുടെ യാത്രകൾ വിവരിക്കുന്നതാണ്. നാഷണൽ പോലീസ് മെമ്മോറിയൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ധീരതയ്ക്ക് അഭിവാദ്യമർപ്പിക്കുന്നു. രാജ്യത്തുടനീളം നിർമ്മിച്ച ട്രൈബൽ ഫ്രീഡം ഫൈറ്റർ മ്യൂസിയങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ആദിവാസി വീരന്മാർക്ക് അർഹമായ അംഗീകാരം നൽകുന്നതാണ്. ഈ സ്മാരകങ്ങളെല്ലാം കല്ലിലും ഉരുക്കിലും പണിത വെറും നിർമ്മിതികൾ മാത്രമല്ല, ഭൂതകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന ജീവസുറ്റ പാലങ്ങളാണ്. റാന്നി പെരുന്നാട് കണ്ണനുമൺ സ്വദേശിക്ക് അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യവകുപ്പ് ഊർജിത നടപടികൾ സ്വീകരിച്ചു. രോഗിയുടെ വീട്ടിലെയും പണിസ്ഥലത്തെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായാണ് അമീബിക് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ തീവ്ര മഴ സാധ്യത മുൻനിർത്തി ഓറഞ്ച് ജാഗ്രത നൽകി. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ബിജെപി സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊല്ലത്ത് ചേരും. പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നേതാക്കൾക്ക് പുറമെ 400ഓളം പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും സമകാലിക വിഷയങ്ങളിലെ സമരപരിപാടികളും സംസ്ഥാന സമിതിയിൽ ചർച്ചയാകും. തർക്കത്തെ തുടർന്ന് മാറ്റിവെച്ച 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മത്സരഫലം പ്രഖ്യാപിച്ചു. വള്ളങ്ങളുടെ ബോണസ് അടുത്തയാഴ്ച വിതരണം ചെയ്യും. ആലപ്പുഴയിൽ നിന്ന് ആർ രവികുമാർ. കഴിഞ്ഞ ആഗസ്റ്റ് 30 നടന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഫൈനലിൽ ജലരാജാക്കന്മാരുടെ ഫിനിഷിംഗ് ഫലപ്രഖ്യാപനം പോലും അസാധ്യമാക്കുന്ന തരത്തിലായിരുന്നു. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇത്രയേറെ വാശിയേറിയ മത്സരം നടക്കുന്നത് ആദ്യമായിട്ടാണ്. കൈനകരി ബോട്ട് ക്ലബ് തുഴഞ്ഞ പായിപ്പാടൻ ചുണ്ടന്റെ 1ാം സ്ഥാനം മാത്രമാണ് പ്രഖ്യാപിച്ചത്. ബാക്കി വിജയികളെ ജൂറി ഓഫ് അപ്പീൽ നിശ്ചയിക്കുകയായിരുന്നു. 2ാം സ്ഥാനം പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനും 3ാം സ്ഥാനം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടൻ ചുണ്ടനും നൽകി. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി യോഗമാണ് ഈ ഫലപ്രഖ്യാപനം നടത്തിയത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോറിൽ ഇന്നലെ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ചു. സൂപ്പർ ഓവറിലാണ് ഇന്ത്യയുടെ വിജയം. ഇരു ടീമുകളും 5 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് വീതം എടുത്തതിനെ തുടർന്ന് മത്സരം ടൈ ആവുകയായിരുന്നു. സൂപ്പർ ഓവറിൽ ശ്രീലങ്ക 5 പന്തിൽ 2 വിക്കറ്റിന് 2 റൺസ് എടുത്തു. സൂര്യകുമാർ യാദവ് ആദ്യ പന്തിൽ തന്നെ 3 റൺസ് എടുത്തതോടെയാണ് ഇന്ത്യ ജേതാക്കളായത്. നാളെയാണ് ഏഷ്യാകപ്പിൽ ലോകം കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ. 12ാമത് ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കമാകും. 9 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ ഒരു മിക്സഡ് ഇനം ഉൾപ്പെടെ ആകെ 186 മെഡൽ ഇനങ്ങളിലാണ് മത്സരം. 100ലേറെ രാജ്യങ്ങളിലെ 1000-ലധികം അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. അടുത്ത മാസം 5-ന് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. സുബ്രത കപ്പ് ജേതാക്കളായ കേരള സ്കൂൾ ടീമിന് വൈകിട്ട് കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകും. മന്ത്രി പി. എ. മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമാണ് ടൂർണമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ചത്. കടൽ തീരങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കണ്ണൂർ സർവകലാശാലയും ധാരണാപത്രം ഒപ്പുവച്ചു. പദ്ധതി പ്രകാരം ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളെയും കടലോരത്തെയും പ്രത്യേകമായി നിരീക്ഷിക്കും. കണ്ണൂരിൽ നിന്ന് കെ. ഒ. ശശിധരൻ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ തീരദേശ മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പഠിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തീരദേശ പഠനത്തോടൊപ്പം ജലസ്രോതസ്സുകളിൽ അടിഞ്ഞുകൂടുന്ന മൈക്രോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പഠന വിധേയമാക്കും. ജില്ലാ പഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച വർക്കിംഗ് ഗ്രൂപ്പാണ് പദ്ധതി വിഭാവനം ചെയ്തത്. വിവരസാങ്കേതിക വിദ്യ, റിമോട്ട് സെൻസിംഗ്, GIS എന്നിവയുടെ സഹായത്തോടെയും തീരദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, വായനശാലകൾ എന്നിവ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വഴി ജനകീയമായാണ് പഠനം നടത്തുക. പദ്ധതിക്കായി 6.5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തും. സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ പ്രൊഫസർ ജോബി കെ ജോസും ജില്ലാ പഞ്ചായത്തിനായി സെക്രട്ടറി ടൈനി സൂസൻ ജോണുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി കൊല്ലം വള്ളിക്കാവ് അമൃത വിശ്വപീഠം ക്യാമ്പസിലെ അമൃത് വർഷം പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അമൃതകീർത്തി പുരസ്കാരം എഴുത്തുകാരൻ പി. ആർ. നാഥന് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന്. രാജ്യത്തെ 97,500-ലധികം മൊബൈൽ 4G ടവറുകൾ ചടങ്ങിൽ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും. തപാൽ വകുപ്പ് സ്പീഡ് പോസ്റ്റ് നിരക്കുകൾ പുതുക്കി. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.
12ാമത് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.